നമ്മുടെ നാട്ടിലെ ഒരു നിയമ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു സമയക്രമമുണ്ട്. ഇപ്പോൾ ഞാൻ 2021 കൊടുത്തത് 2025 എനിക്ക് വിധി വരുന്നത്. ഇപ്പോഴും ക്രിമിനൽ കേസ് കൊടുത്തത് ഇപ്പോഴും ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ മുതലെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ വ്യക്തികൾ നിരന്തരം ആക്രമിക്കുക, ആൾക്കാരെ അപകീർത്തിപ്പെടുത്തുക. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഏതെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഇവർ പ്രതികരിക്കുന്ന പോലെ തിരിച്ച് പ്രതികരിക്കാനുള്ള അവസരം കിട്ടില്ല. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കാൻ കാരണം ഈ വിധി വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് ദിവസവും വരുന്ന ഈ വീഡിയോകൾക്കെതിരെ നിന്ന് പ്രതികരിക്കാനായിട്ടുള്ള സംവിധാനം നമുക്കില്ല. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഗണനീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ഈ യൂട്യൂബിലും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ആരെക്കുറിച്ച് എന്തും പറയാം. അപ്പോൾ പലരും വിചാരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പുറകെ നടക്കാൻ നമുക്കിവിടെ സമയം. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി വന്നതിന് ശേഷം ഒരുപാട് പ്രമുഖരെന്നെ വിളിക്കുകയുണ്ടായി. വിളിച്ചതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തത് വളരെ നല്ല കാര്യമാണ്, ഞങ്ങളിത് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരായിരുന്നു എന്നുള്ള. ഇപ്പോൾ ഇന്നലെ ഏറ്റവും അവസാനം വന്നത് ഏഷ്യാനെറ്റിലൊരു മാധ്യമപ്രവർത്തകനെതിരെ അദ്ദേഹം പുതിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും എതിരെ ഓരോ വീഡിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി കവർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞേ അപ്പം ന്യായമോ അന്യായമോ എന്നൊന്നുമുള്ള പ്രശ്നമല്ല. അദ്ദേഹം ഒരു ഒറ്റയാൾ പോരാട്ടക്കാരനാണ്, പൊതുപ്രവർത്തകരാണ്. പറയുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്, നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇത് പറയാൻ നമുക്ക് വേദിയില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് ചോദിച്ചോണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ വിദേശത്ത് പോയി കഴിഞ്ഞ 1-ാം തീയതി അനുമതി ഇല്ലാതെ പോയെന്നാണ് പറയുന്നത്. സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്ത് പോകാനായിട്ട് അനുമതിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞൊരു ഉത്തരവ് സർക്കാർ ഇറക്കിയിട്ട് വർഷം 2-3 കഴിഞ്ഞു.